ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ലോക പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കമാണ്. ദ 5 ലവ് ലാംഗ്വേജസ്. ഈ പുസ്തകം നമ്മോട് പറയുന്നത് ഓരോ മനുഷ്യനും സ്നേഹം അനുഭവിക്കുന്ന രീതി വ്യത്യസ്തമാണെന്നാണ്. ആ 5 ലവ് ലാംഗ്വേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് വേർഡ്സ് ഓഫ് അഫർമേഷൻ, വാക്കുകളുടെ സ്നേഹം. ചിലർക്ക് ഐ ലവ് യു എന്നൊരു വാക്ക് മാത്രം മതി. അവരുടെ ലോകം തന്നെ മാറ്റാൻ അത് മതിയാകും. ഒരു ചെറിയ പ്രശംസ, ഒരു സ്നേഹമുള്ള വാക്ക്, അത് അവർക്ക് വളരെ അമൂല്യമാണ്. രണ്ടാമത്തത്, ചിലർ ആഗ്രഹിക്കുന്നത് ക്വാളിറ്റി ടൈം, സമയമാണ്. ചിലർക്ക് നിങ്ങൾ അവരുടെ കൂടെ ചെലവഴിക്കുന്ന സമയം, അതാണ് യഥാർത്ഥ സ്നേഹം. അതായത് നിങ്ങൾ ഫോണൊക്കെ മാറ്റിവെച്ച് മുഴുവൻ ശ്രദ്ധയും നൽകുന്ന ഒരു നിമിഷം, അത് അവരെ വളരെയധികം സന്തോഷിപ്പിക്കും. മൂന്നാമത്തെ ഒരു കൂട്ടർ റിസീവിങ് ഗിഫ്റ്റുകൾ, ഉപഹാരങ്ങൾ. ചിലർക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് പോലും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. വിലയല്ല, അതിൻ്റെ പിന്നിലെ ചിന്തയാണ് പ്രധാനപ്പെട്ടത്. അപ്പം ചിലർക്ക് ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അതായിരിക്കും അവർക്ക് ഏറ്റവും അധികം നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. നാലാമത്തത് ആക്ട് ഓഫ് സർവീസ്, സഹായം. ചിലർക്ക് ഞാൻ നിനക്കായി എന്തെങ്കിലും ചെയ്തു എന്നതാണ് സ്നേഹം. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുന്ന, അവരെ സഹായിക്കുന്നത്, അത് അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും. എസ്പെഷ്യലി കിച്ചണിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ചെന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഏത് കാര്യങ്ങളിലും അവരെ സഹായിക്കുന്ന ഒരു സഹായം, ഒരു ചെറുതായ കാര്യവും, അത് അവരുടെ ഹൃദയം കീഴടക്കും. അഞ്ചാമത്തെ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടച്ചാണ്, ശാരീരിക സ്പർശം. ചിലർക്ക് ഒരു ഹഗ്, കയ്യിലൊന്ന് പിടിക്കുന്നത്, അതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ ഭാഷ. അപ്പം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ലവ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ചോദ്യം, അപ്പം നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്താണ്? അതിലും പ്രധാനമായിട്ട് പങ്കാളിയുടെ ലവ് ലാംഗ്വേജ് എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന രീതിയും അവർ സ്നേഹം അനുഭവിക്കുന്ന രീതിയും വ്യത്യസ്തമാണെങ്കിൽ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാം. സ്നേഹം മാത്രം പോരാ, ശരിയായ രീതിയിൽ അത് പ്രകടിപ്പിക്കുകയും വേണം. നിങ്ങളുടെ ബന്ധം ശക്തമാക്കാൻ ഇന്ന് തന്നെ തുടങ്ങൂ. അവരുടെ ഭാഷയിൽ സ്നേഹിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാരണം സ്നേഹം പഠിക്കാൻ ഒരിക്കലും വൈകിട്ടില്ല. അപ്പോൾ ഈ 5 ലവ് ലാംഗ്വേജസ്, അപ്പോൾ ഇത് നിങ്ങളുടെ പാർട്ട്ണറും എന്താണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ശരിയായ ലവ് ലാംഗ്വേജ് തന്നെ ഉപയോഗിക്കുക.
നിങ്ങളുടെ ബന്ധങ്ങൾ വളരെ ശക്തമായിട്ട്, അല്ലെങ്കിൽ അത് വളരെ ഹാപ്പിയായിട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്ന വീഡിയോകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതുവരെ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, ബായ്.